back to my channel. കഴിഞ്ഞ വീഡിയോ നമ്മൾ ക്രോഷറ്റിൻ്റെ ബൂട്ട്സിൻ്റെ സോൾ ഉണ്ടാക്കാൻ പഠിച്ചു. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് അതിൻ്റെ ബാക്കി ബൂട്ട്സ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പഠിക്കാം. വളരെ ഈസിയാണ്. ടോട്ടൽ ഒരു 10 സ്റ്റെപ്സ് ഉണ്ട്, 10 റൗണ്ട്സ് ഉണ്ട്. അതിൽ 2 റൗണ്ട്സ് നമ്മൾ സോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്തു. ബാക്കി 8 റൗണ്ട്സ് ആണ് ചെയ്യാൻ പോകുന്നത്. അതിൽ 4 റൗണ്ട്സ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വേറൊരു ബൂട്ട്സായിട്ട് കൺവേർട്ടഡ് ആക്കാം. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഈ വീഡിയോ പഠിക്കാം. ആദ്യം നമ്മൾ 3rd റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് 2 ചെയിൻസ് വെച്ചിട്ടാണ്. അതിനുശേഷം നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യാൻ പോകുന്നത് എല്ലാ സ്റ്റിച്ചിലും. ആദ്യം സെയിം സ്റ്റിച്ചിൽ ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യാൻ പോകും. നമ്മൾ ഈ ചെയിൻ 2 ചെയ്ത സെയിം സ്റ്റിച്ചിൽ ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്ത് ഇനി ഈ റൗണ്ടിൽ ശ്രദ്ധിക്കാനുള്ളത് ബാക്ക് ലൂപ്പിൽ മാത്രം നമ്മൾ സ്റ്റിച്ച് ചെയ്തുള്ളൂ. ഒരു റിഡ് എഫക്റ്റ് വരാൻ വേണ്ടിയിട്ടാണ്. ഷൂവും സോളും നമ്മളൊരു വ്യത്യാസവും കൂടെ വരാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഇങ്ങനെ വളഞ്ഞിരിക്കും. അതിന് വരാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിലത്തെ ഫസ്റ്റ് ലൂപ്പ് എടുക്കൽ സെക്കൻഡ് ലൂപ്പില്ലേ, ആ ലൂപ്പിൽ കൂടെയാണ് നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യുന്നത്. അങ്ങനെ എല്ലാ സ്റ്റിച്ചിലും ചെയ്യണം. അപ്പോൾ 32 ഹാഫ് ഡബിൾ ക്രോഷയും കൂടെ ചെയ്യും. 1 ചെയിൻ 2 കൂടാതെ 32 ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യും. ഇതിപ്പോൾ സെക്കൻഡ് ഹാഫ് ഡബിൾ ക്രോഷറ്റാണ്. സ്ലോ വീഡിയോസ് വേണം. ഹാഫ് ഡബിൾ ക്രോഷറ്റ് എങ്ങനെ ചെയ്യണം, അതിൻ്റെ ബേസിക് സ്റ്റിച്ച് എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയാത്തവർക്ക് എൻ്റെ ഫസ്റ്റ് ട്യൂട്ടോറിയൽ വീഡിയോസ് കാണാം. എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനകത്ത് ഇടുന്നതായിരിക്കും, പഴയ വീഡിയോസിൻ്റെയും എല്ലാത്തിൻ്റെയും. അപ്പോൾ അത് നോക്കിയിട്ട് പഠിച്ച് യൂസ്ഡ് ആയി കഴിഞ്ഞിട്ട് ചെയ്യാനാണെങ്കിൽ വളരെ ഈസിയാണ്. ഇത് ശരിക്കും ഒരു 20 മിനിറ്റ്സ് കൊണ്ട് തീരേണ്ട പ്രോജക്റ്റാണ്. അപ്പം നമ്മൾ റൗണ്ട് 3 കഴിഞ്ഞിരിക്കുന്നു. സ്ലിപ്പ് സ്റ്റിച്ചോട് ചെയ്ത് കഴിയുമ്പോൾ റൗണ്ട് 3 കഴിഞ്ഞു. ഇനി ചെയിൻ 2 ചെയ്തിട്ട് സെയിം ഹാഫ് ഡബിൾ ക്രോഷറ്റിൻ്റെ സെയിം സ്റ്റിച്ച് ചെയ്ത് നമുക്ക് 4th റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. അടുത്തത് 8 ഹാഫ് ഡബിൾ ക്രോഷറ്റ് വേണം. ഹാഫ് ഡബിൾ ക്രോഷറ്റ് ഇൻ ദ നെക്സ്റ്റ് 8 സ്റ്റിച്ച് ചെയ്യാം. ചെയിൻ 2 ഹാഫ് ഡബിൾ ക്രോഷറ്റിൻ്റെ സെയിം സ്റ്റിച്ച് കൂടാതെ 8 ഹാഫ് ഡബിൾ ക്രോഷറ്റ് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഡിക്രീസാണ്. ഡിക്രീസ് എന്ന് പറയുമ്പോഴത്തേക്ക് 2 സ്റ്റിച്ച് ഒന്നാക്കും. ഇൻക്രീസ് നമ്മൾ ചെയ്തത് 1 സ്റ്റിച്ച് 2 ആക്കുന്നതാണ്. ഡിക്രീസിൽ ഈ കാണുന്ന 2 സ്റ്റിച്ച് നമ്മളിനി ഒന്നാക്കാൻ പോകുന്നത്. നമ്മളൊരു കപ്പ് ഷേപ്പിലാക്കാൻ പോകാം. നമ്മൾ ഷൂസ് ക്ലോസ് ആവണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പം അതിന് ചെയ്യാൻ പോകുന്നത് 2 ഹാഫ് ഡബിൾ ക്രോഷേ 2 ടുഗെദർ, അതാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യം yarn over, insert hook in the next stitch, yarn over, pull through. അടുത്ത് yarn over pull through ചെയ്യണമെങ്കിൽ നമ്മളത് ഹാഫ് ഡബിൾ ക്രോഷേ ക്ലോസ്. അതിന് വരെ yarn over ചെയ്തിട്ട് അടുത്ത സ്റ്റിച്ചിലോട്ട് പോകും. നെക്സ്റ്റ് സ്റ്റിച്ചിലോട്ട് ഇൻസർട്ട് yarn over pull through, yarn over pull through all the loops. അതായത് ഈ ആ കാണുന്ന 5 ലൂപ്പിലൂടെ നമ്മൾ ആ yarn വലിച്ചെടുക്കും. കണ്ടോ, ഇങ്ങനെയാണ് ഒരു ഹാഫ് ഡബിൾ ക്രോഷേ 2 ടുഗെദർ ചെയ്യുന്നത്. ഒന്നുകൂടെ നമുക്ക് ചെയ്ത് വെക്കാം. കണ്ടോ, ഇതിപ്പോൾ 2 സ്റ്റിച്ച് ഒന്നായിട്ട് മാറില്ല. ഒന്നുകൂടെ ചെയ്ത് വെക്കാം. ഇങ്ങനെ 8 തവണ ചെയ്യണം കേട്ടോ. yarn over, insert hook in the next, yarn over, pull through, yarn over, insert hook into the next, yarn over, pull through, yarn over, pull through all the loops. 2 ഹാഫ് ഡബിൾ ക്രോഷേ, ഹാഫ് ഡബിൾ ക്രോഷേ 2 ടുഗെദർ. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത് പോസ് ചെയ്തിട്ട് പ്ലേ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. പ്ലേ ചെയ്തിട്ട് വീഡിയോ കണ്ടിട്ട് തനിയെ ചെയ്യുമ്പോൾ നോക്കുമ്പോൾ പാടായിരിക്കും. അല്ലെങ്കിൽ നമ്പേഴ്സ് മാത്രം നോട്ട് ചെയ്തിട്ട് പാറ്റേൺ നോട്ട് ചെയ്തിട്ട് ചെയ്യുമ്പോഴത്തേക്ക് ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്ക് പാടായിരിക്കും. എക്സ്പെർട്ട് ലേണേഴ്സ് ആവുകയാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാത്തവർ ഞാൻ പണ്ട് ചെയ്തത് എങ്ങനെയാണ്, പ്ലേ ചെയ്തിട്ട് എൻ്റെ കൂടെ ചെയ്ത് പോകും, പോസ് ചെയ്ത് അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമുക്കത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ റിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതിയാവും. ഇപ്പം 8 എണ്ണം കഴിഞ്ഞ് ഇനി ബാക്കി ചെയ്യാനുള്ളത് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ
half double crochet in each 8 stitch. Remaining 8 stitchiലോട്ട് half double crochet. ആദ്യം half double crochet on the same stitch ചെയ്തു, പിന്നെ half double crochet in the next 8 ചെയ്തു, half double crochet 2 together 8 stitch ചെയ്തു. അത് കഴിഞ്ഞിട്ട് അടുത്ത half double crochet in the next 8. നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് ഈ റൗണ്ടിൽ ഫിനിഷ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരു ഷൂവിൻ്റെ ഷേപ്പായിട്ട് വന്നു തുടങ്ങുന്നുണ്ടോ, കണ്ടില്ലേ? ഇതൊരു ബാലറിൻ്റെ സ്ലിപ്പറായിട്ട് യൂസ് ചെയ്യാം, പക്ഷേ കുഞ്ഞുങ്ങളുടെ കാലിൽ അതങ്ങനെ ഇരിക്കത്തില്ല, അത് പെട്ടെന്ന് ചാടിപ്പോരും. നമുക്ക് അടുത്ത റൗണ്ട് ചെയ്യാം. ചെയിൻ 2 ചെയ്ത് ഹാഫ് ഡബിൾ ക്രോഷറ്റ് ഒന്ന് സെയിം സ്റ്റിച്ച് ചെയ്യാം. അതിനുശേഷം ഹാഫ് ഡബിൾ ക്രോഷറ്റ് ഇൻ ദ നെക്സ്റ്റ് 8 സ്റ്റിച്ചസ്. നേരത്തെ നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷറ്റ് 2 together 8 times ആണ് ചെയ്തത്. അപ്പോഴത്തേക്ക് ഡിക്രീസായി ഇതിൻ്റെ നമ്പേഴ്സ് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ റൗണ്ടിൽ നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷറ്റ് 2 together 5 times ആണ് ചെയ്യാൻ പോകുന്നത്. ആദ്യം ചെയ്യുമ്പോൾ ഇത് വെച്ചിട്ട് പാടായിട്ട് തോന്നും, പക്ഷെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് ഈസിയാവും. 5 സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഹാഫ് ഡബിൾ ക്രോഷറ്റ് 2 together 5 times ചെയ്തതിന് ശേഷം ബാക്കി നമുക്ക് 6 ചെയിൻസ് മാത്രം ബാക്കി കാണത്തുള്ളൂ. അപ്പോൾ അതിലോട്ട് ഹാഫ് ഡബിൾ ക്രോഷറ്റ് ഇനി ഈച്ച് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ 6 സ്റ്റിച്ചാണ്. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് ജോയിൻ ചെയ്യാം. ഇപ്പോൾ ഏതാണ്ട് ഒരു ഷൂ പോലെ ആയിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നമുക്കൊരു ഫ്ലവറോ അല്ലെങ്കിൽ ഒരു ബോയോ വെച്ചിട്ട് ഇതൊരു ഷൂസ് ആക്കാം. ബോയ്സിൻ്റെ ഷൂസ് വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് വള്ളി വെച്ച് കെട്ടുന്ന കൂട്ട് ഷൂസ് ആക്കാൻ പറ്റും. അതിനിവിടെ വരെ സ്റ്റോപ്പ് ചെയ്താൽ മതി. യൂഷ്വലി ഇതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഫിറ്റ് ചെയ്യുന്ന ഷൂസ്. അപ്പം 4 റൗണ്ട് മതിയാവും ഷൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. 4-5 റൗണ്ട് കൊണ്ട് ഷൂസ് തീർക്കാം. ഇതിൽ ഈ ഗ്യാപ്പിലൂടെ വേണമെങ്കിൽ വള്ളി കയറ്റിയിട്ട് ആണുങ്ങളുടെ ബോയ്സിൻ്റെ കെട്ടുള്ള വള്ളിയുള്ള ഷൂസ് ആക്കാൻ പറ്റും. ഇനി അടുത്ത റൗണ്ട് നോക്കാം. ഇതും ഊരിപ്പോകാൻ ചെറിയ സാധ്യതകളുണ്ട്, ചവിട്ടി തെറിപ്പിക്കും ഇതിനെ. അടുത്ത റൗണ്ട് ചെയിൻ 2 ചെയ്യാം. Same half double crochet in the same stitch, half double crochet in the next 8 stitches. ഈ 8 സ്റ്റിച്ച് കഴിഞ്ഞിട്ട് ഹാഫ് ഡബിൾ ക്രോഷറ്റ് 2 together 4 times ചെയ്യണം. വീണ്ടും ഡിക്രീസ് ചെയ്യണം ഹാഫ് ഡബിൾ
crochet 2 together for 4 times. അത് കഴിഞ്ഞ് ബാക്കി നമുക്ക് 3 സ്റ്റിച്ചേ ഉള്ളൂ. ആ 3 സ്റ്റിച്ചിലോട്ട് ഹാഫ് ഡബിൾ ക്രോഷറ്റ്സ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ റൗണ്ടിൽ ചെയിൻ 2, ഹാഫ് ഡബിൾ ക്രോഷറ്റ് ഇൻ ദ സെയിം സ്റ്റിച്ച്, ഹാഫ് ഡബിൾ ക്രോഷറ്റ് ഇൻ ദ നെക്സ്റ്റ് 8, ഹാഫ് ഡബിൾ ക്രോഷറ്റ് 2 together for 4 times. അത് കഴിഞ്ഞിട്ട് 3 ഹാഫ് ഡബിൾ ക്രോഷറ്റ് ഇൻ ദ നെക്സ്റ്റ് 3. ഇത് ഞാൻ യൂഷ്വലി ഉണ്ടാക്കുന്ന നോർമൽ ബോട്ട്സ് ഇത്ര വരെ ഉള്ളൂ, ഇത്ര റൗണ്ട്സേ ഉള്ളൂ. ഇത് പിള്ളേരുടെ കാലിൽ പിന്നെയും ഫിറ്റായിട്ടിരിക്കും. യാണിൻ്റെ ടൈപ്പ് അനുസരിച്ചിരിക്കും. ഇത് ഭയങ്കര സോഫ്റ്റ് യാണാണ്. നമ്മൾ ബാപ്റ്റിസത്തിനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള യാണാണ്. നമ്മുടെ ലോക്കൽ ഇന്ത്യൻ മാർക്കറ്റിൽ കിട്ടുന്നത് ഇച്ചിരി ഹാർഡ് യാണാണ്. അതപ്പോൾ കറക്റ്റായിട്ട് ഫിറ്റായിട്ട് അങ്ങ് ഇരുന്നോളും. ഇത് ഭയങ്കര സോഫ്റ്റാണ്. ന്യൂ ബോൺസിനൊക്കെ പറ്റുന്നതാണ്. ബാപ്റ്റിസത്തിനൊക്കെ നല്ലതായിരിക്കും. വൈറ്റ് ചെയ്യുമ്പം പല കളേഴ്സ് നമുക്ക് ചെയ്യാം, ബോ വയ്ക്കാം. നമ്മുടെ ക്രിയേറ്റിവിറ്റിനനുസരിച്ച് ഇത് ഡെക്കറേറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. നമുക്ക് സെക്കൻഡ് പാറ്റേൺ ഷൂസിന് വേണ്ടിയിട്ട് ഇവിടെ വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം. മേരി ചെയിൻ സ്ലിപ്പർ എന്ന് പറയുന്നത്. ഇനി ബൂട്ട്സ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്യണം. 7th to 10th റൗണ്ട് സെയിം ആയിരിക്കും. ചെയിൻ 2 ചെയ്യുക, ഹാഫ് ഡബിൾ ക്രോഷറ്റ് ഇൻ ദ നെക്സ്റ്റ് സെയിം സ്റ്റിച്ച്, ഹാഫ് ഡബിൾ ക്രോഷറ്റ് ഇൻ ദ നെക്സ്റ്റ് 15. വേറെ ഒന്നുമില്ല, നമ്മൾ നേരെ ഹാഫ് ഡബിൾ ക്രോഷറ്റ് ചെയ്ത് റൗണ്ട്സ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതിപ്പോൾ 7th റൗണ്ടാണ്. 8, 9, 10 അടുത്ത 3 റൗണ്ടും സെയിം തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് കളർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ റെഡ് ബൂട്ട്സിൽ ഈ റൗണ്ട് മാത്രമാണ് സെയിം കളർ ചെയ്ത. അടുത്ത റൗണ്ട് തൊട്ട് അടുത്ത യാൺ വെച്ചിട്ട് കണ്ടിന്യൂ ചെയ്യാൻ ചെയ്തത്. അങ്ങനെയാണ് ആ ഒരു എഫക്റ്റ് വന്നത്. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഈ ബൂട്ട്സിനെ മാറ്റാം. പാറ്റേൺ മാറാതിരുന്നാൽ മതി. പാറ്റേൺ ഓർത്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ബൂട്ട്സ് ഉണ്ടാക്കാം, മൾട്ടി കളറാക്കാം. സോ അങ്ങനെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്ത് എൻ്റെ ഇത് ഫിനിഷ് ആയിരിക്കുന്നു. ഇത് വലിച്ചെടുക്കുമ്പോൾ സൂക്ഷിച്ച് കെട്ടായിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് വലിഞ്ഞങ്ങ് പോരും. പിന്നെ ഒന്നെ സ്റ്റിച്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ റൗണ്ട് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ആദ്യം മുതൽ ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്തത് നമ്മൾ ടേപ്പിസ്റ്ററി നീഡ് വെച്ചിട്ട് തയ്ച്ച് വയ്ക്കാം. അകത്തോട്ട് ഉള്ളിലോട്ട് നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ തയ്ച്ച് വയ്ക്കാം. അപ്പം നമ്മുടെ ബൂട്ട്സ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഒരു ബൂട്ടോടെ ഉണ്ടാക്കുക. ലെഫ്റ്റും റൈറ്റും സെയിം പാറ്റേണാണ്, വ്യത്യാസമൊന്നുമില്ല. തയ്ച്ചിട്ട് എക്സ്ട്രാ ഉള്ളതെല്ലാം കട്ട് ചെയ്ത് കളയണേ. കളയണ്ട, ഈ എക്സ്ട്രാ യാൺസൊക്കെ നമുക്ക് വേറെ പ്രൊജക്ട്സിനൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇത് 2 ബോർഡ് ഉണ്ടാക്കി ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.